Hi, Hi. welcome back to Revu's Recreation. ഇന്നെന്താ വിശേഷം മാളൂട്ടി? ഇന്ന് കണ്ണനെ മാളൂട്ടി എന്താ കൊടുക്കുന്നേ പിറന്നാളായിട്ട്? കണ്ണന്റെ പിറന്നാളിന് മാളൂട്ടി എന്താ കൊടുക്കുന്നത്? പായസം കൊടുക്കുന്നുണ്ട് നമ്മൾ കേട്ടോ. ശ്രീകൃഷ്ണ ജയന്തിയായ ഇന്ന് നമ്മുടെ വേറൊരു സന്തോഷം കൂടെ പങ്കുവയ്ക്കുകയാണ്. മാളൂട്ടി കുട്ടിക്ക് യോഗക്ഷേമ സഭ വനിതാ സഭ നടത്തിയ ബേബി കോൺടെസ്റ്റിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അരുൺ ഗോപൻ. യോഗക്ഷേമ സഭ വടകര ഉപസഭയുടെ നേതൃത്വത്തിൽ ഓൺലൈനായിട്ട് നടത്തിയ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് ഇത്തവണ ഒരു ബേബി ഫോട്ടോ കണ്ടസ്റ്റ് നടത്തി അതിന്റെ വിജയം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. 80ഓളം കുട്ടികളുടെ ഫോട്ടോസാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ യോഗക്ഷേമ സഭ വടകര ഉപസഭയുടെ ഫേസ്ബുക്ക് പേജിൽ ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള ലൈക്സും ഷെയർസും അനുസരിച്ചിട്ടാണ് വിജയം തീരുമാനിച്ചിരിക്കുന്നത്. സോ ഇതിന്റെ 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് അദ്വിത കെ കുറുങ്ങോട്ടില്ലം 374 പോയിന്റുമായിട്ട് വടകര ഉപസഭയിലെ അദ്വിത കെക്കാണ് 1ാം സ്ഥാനം. അതുപോലെ കൃഷ്ണപ്പാട്ട് പാരായണത്തിൽ എനിക്ക് 2ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. ആ സന്തോഷവും ഇതോടൊപ്പം അറിയിക്കുന്നു. അപ്പൊ നമുക്ക് കൃഷ്ണന് പായസം കൊടുത്താലോ? കണ്ണന് പായസം കൊടുക്കാം. നോക്കേ കണ്ണ പായസം കുടിച്ചോളേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. നാഥനായി നിന്നതും താതനായി നിന്നതും മാതാവായി നിന്നതും നീയല്ലോ താൻ. എങ്ങളിലുള്ളൊരു വമ്പിഴയെല്ലാം നീ ഇങ്ങനെ നിന്നു പൊറുക്കിയുള്ളൂ. ഗർഭസ്ഥനായുള്ള ബാലൻ ചവിട്ടിയാൽ നിർഭസിക്കുന്നതോ മാതാക്കന്മാർ. വിശ്വങ്ങളെല്ലാമേ നിന്നുടെ വൈഭവം നിശങ്കമായി നിന്നു ചൊല്ലാമിപ്പോൾ. വിശ്വത്തിൽ ഞാനുമെന്നതു നിർണയം നിശ്ചയമിൻ പിഴ നീ പൊറുപ്പൻ. നാൻമുഖനായി നിന്നു നാടുകളേഴിലും മേന്മയെനിക്കിതും വേണ്ടിയതില്ലേ. ഉല്ലാസം പൂണ്ടൊരു വൃന്ദാവനം തന്നിൽ പുല്ലായി മേവണമെല്ലാ നാളും. പല്ലവം പോലെ പതുത്തുള്ള നിമ്പദം മെല്ലവേ നിന്നു ധരിക്കാമല്ലോ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഇന്ന് നമ്മൾ പഴം കൊണ്ടുള്ള ഒരു അടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് 1.5 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ചായി ഇളം ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. നൂൽപ്പിട്ടിനൊക്കെ എടുക്കുന്ന അതുപോലുള്ള അരിപ്പൊടിയാണ് ഞാൻ എടുത്തത്. വളരെ നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായി നല്ല സോഫ്റ്റായി കുഴച്ചെടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള ചേരുവകൾ തയ്യാറാക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട് പഴം അരച്ചതും 1 കപ്പ് തേങ്ങ,
1/2 കപ്പ് ശർക്കരപ്പാനി. ഇവയൊക്കെയാണ് വേണ്ടത്. പിന്നെ ഒരല്പം ഏലക്കായ പൊടിച്ചതും കൂടി ആവാം. പിന്നെ ഇനി പഴം അരച്ചത് ഒരു പാനിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാക്കി എടുക്കാം. അതിലേക്ക് ശർക്കരപ്പാനി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാം നമുക്ക്. ചെറുതായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് ഏലക്കായ പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അടയൊക്കെ തയ്യാറാക്കുന്ന അതുപോലെ തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് വാഴയില കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. ഇനി നേരത്തെ കുഴച്ച് വെച്ച മാവിൽ നിന്ന് കുറച്ച് എടുത്ത് നമുക്ക് പരത്തിയെടുക്കാം. ഇതുപോലെ നന്നായി പരത്തിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ പഴത്തിൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇതുപോലെ പകുതിയോളം നമുക്ക് വെച്ച് കൊടുത്ത ശേഷം മടക്കി ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി അതുപോലെ ബാക്കിയുള്ളത് നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പോഴൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയ ശേഷം എടുക്കാം. നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള പഴം കൊണ്ടുള്ള അട ഇവിടെ റെഡിയായിട്ടുണ്ട്. Thank you for watching my channel. Bye.